നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനേ, കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ. നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനേ, കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ. കൂരിരുൾ മൂടും വഴികളിലെന്നും ദീപം നീയല്ലോ, ക്രൂരത നിറയും വീഥികളിൽ നീ നല്ല സമരൻ. നീ എൻ ജീവൻ ആധാരം, നീ എൻ രക്ഷാസങ്കേതം, നീ എൻ ജീവൻ ആധാരം, നീ എൻ രക്ഷാസങ്കേതം. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തിപ്പാടിടും, സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തിപ്പാടിടും എന്നും എന്നാളും. നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനേ, കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദൈവം. റോമൻ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനം. ഈ ലേഖനത്തിൽ പ്രധാനമായും 4 അറിവുകളാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിലൂടെ നമുക്ക് നൽകുന്നത്. ഒന്ന്, ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം, ദ പേർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 21. For to me to live is Christ and to die is gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവസാന്നിധ്യം എപ്പോഴും അറിയുക എന്നതാണ്. 2, ക്രിസ്തുവിന്റെ ശൈലി, പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം തിരുവചനം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5. Let this mind be in you, which was also in Christ Jesus. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാവം എന്തായിരുന്നു? അവൻ രാജാവായിട്ടും ദാസനായി, മനുഷ്യനായി, തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം അനുസരണ ഉള്ളവനായി. ഈ രൂപം നമ്മളിൽ ഉണ്ടാകണം. അപ്രകാരം യേശുക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകേണ്ടതിനായിരിക്കണം നമ്മളുടെ പരിശ്രമം. മറ്റെന്തെല്ലാം നമുക്കുണ്ടായാലും കർത്താവിന്റെ ഭാവം നമുക്കില്ല എങ്കിൽ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തില്ല. 3-ാമതായിട്ട് വിശുദ്ധൻ നമുക്ക് നൽകുന്ന സന്ദേശം, ഉയിർപ്പിന്റെ ശക്തി, പവർ ഓഫ് റിസറക്ഷൻ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയ്ക്കുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. Who shall change our vile body, that it may be fashioned like unto his glorious body, according to the working whereby he is able even to subdue all things unto himself. ശിഷ്യരോട് താൻ മരിച്ചാലും ഉയിർക്കും എന്ന് പറഞ്ഞു. അതിനാൽ സദൂക്യരും പരീശന്മാരും യഹൂദന്മാരും എല്ലാവരും തന്നെ റോമൻ ഗവൺമെന്റിനെ സ്വാധീനിച്ച് കല്ലറ ബന്ദോസാക്കി. എന്നാൽ കല്ലറകളെ കീറിമുറിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. 4-ാമതായിട്ട് വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിലുള്ളവരുടെ ശക്തി, പവർ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഫിലിപ്പിയൻസ് 4-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനത്തിൽ ദൈവാത്മാവ് നമ്മൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: I can do all things through Christ who strengthened me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഈ ലേഖനത്തിൽ പൗലോസ് വിശ്വാസത്തിന്റെയും വചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. ഈ അത്യന്ത ശക്തി ഒരുവനിൽ വ്യാപരിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ആ വ്യക്തി മറ്റുള്ളവരോട് സമാധാനമായിരിക്കുന്നു. ഇതാണ് നമ്മളിൽ
ഉണ്ടാകേണ്ട ആന്തരിക രൂപാന്തരീകരണം. ഫിലിപ്പിയർ ലേഖനം ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 2 and 3. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. കർത്താവിൽ ഏകചിത്തയോടെ ഇരിപ്പാൻ ഞാൻ യുവദ്യായെയും സുന്ദൂകയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളോവേ, അവർക്ക് തുണയായി നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ഐ ബിസിച്ച് എവോദിയാസ് ആൻഡ് ബിസിച്ച് സിന്തെക് that they may be of the same mind in the Lord. ദൈവകൃപയുള്ളവർ മറ്റുള്ളവരോട് പിണങ്ങിയിരിക്കുകയില്ല. അടിവരയിട്ട് ശ്രദ്ധിക്കണം. ദൈവകൃപ ഉള്ളവർക്ക് മറ്റുള്ളവരുമായി പിണങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവർ എല്ലാവരോടും സൗഹൃദത്തിൽ വസിക്കും. നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നന്നാണ്. എല്ലാവർക്കും ദൈവാത്മാവ് സംസാരിക്കുന്നത് പോലെ അപ്രകാരം ഒരു സൗഹാർദ്ദത്തിൽ വർത്തിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, ദൈവകൃപ ഉള്ളിലില്ല. കാരണം സമാധാന പ്രഭുവായ യേശുക്രിസ്തു ജനിച്ചപ്പോഴ് മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, സന്മനസ്സുള്ളവർക്കുള്ള സമാധാനമെന്നല്ല, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അപ്പൊ ദൈവകൃപയുള്ളവർ മറ്റുള്ളവരോട് പിണങ്ങിയിരിക്കുകയില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറ എന്നോട് പിണങ്ങിയിരിക്കല്ലേ എന്ന് പറ. ഒന്നുകൂടെ പറ, നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളവരല്ലേ, എന്തിനാണ് ഈ പിണക്കം ചോദിക്കും. എന്നിട്ട് പറ, പിണങ്ങല്ലേ, നമുക്ക് ഇണങ്ങാം. പ്രൈസ് ദി ലോർഡ്. ശരിക്കും നമ്മളൊക്കെ എന്നും ഇവിടെ തന്നെ ഉണ്ടാകേണ്ടവരല്ലല്ലോ, മരിച്ചു പോകാനുള്ളവരല്ലേ. ഈ ഭൂമിയിൽ ഉറപ്പായിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ള എന്തുവാ? ഒന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറ, നീ മരിക്കുന്നു. എന്നാൽ മരിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ നിനക്ക് മരണമില്ല. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തെ കാണത്തില്ല. സ്തോത്രം. അപ്പോ ദൈവകൃപയുള്ളവർ മറ്റുള്ളവരോട് പിണങ്ങി ഇരിക്കുകയില്ല. സഭകൾ തമ്മിലുള്ള പിണക്കം മാറട്ടെ, കുടുംബത്തിലുള്ളവരും തമ്മിലുള്ള പിണക്കം മാറട്ടെ, സഭയുടെ അകത്തുള്ള അടി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഒരത്ഭുതം സംഭവിക്കട്ടെ. അതായിരിക്കണം ഏറ്റവും വലിയ അത്ഭുതം. മരിച്ചവർ ഉയർത്തെണീറ്റു എന്നുള്ളത് അത്ഭുതമല്ല. സഭയുടെ അകത്തുള്ളവന് മാനസാന്തരം വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. രണ്ടാമതായിട്ട് തന്നിലുള്ള സമാധാനം. അവർ ഏത് പ്രതിസന്ധിയിലും സമചിത്തതയോടെ സമാധാനത്തോടെ വസിക്കും. കാരണം അവരിൽ വസിക്കുന്നത് സമാധാന പ്രഭുവായവന്റെ സമാധാനമാണ്. ദാവീദ് ഉള്ളം തകർന്ന് വിഷാദിച്ച അനേക സന്ദർഭങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദാവീദ് തന്റെ രക്ഷയും സമാധാനം ദൈവത്തിൽ കണ്ടെത്തി പറഞ്ഞു. 42-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ദാവീദ് പാടിയ ആ ഒരു ഗാനം, ആ ഗാനത്തിന്റെ ഈരടികൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സാം 42 വേഴ്സ് 11. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. Why are you cast down, O my soul? And why are you disquieted within me? Hope you in God, for I shall yet praise him, who is the health of my countenance and my God. ദാവീദിനുണ്ടായ അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകും. കാരണം ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്കെല്ലാം കർത്താവിനുണ്ടായ അനുഭവങ്ങൾ ഉണ്ടാകും. അതുണ്ടാകണം. ഇല്ലെങ്കിൽ എവിടെയോ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. സ്തോത്രം. കർത്താവിന്റെ കൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് ഐസ്ക്രീം തിന്നുകൊണ്ടുള്ള സഞ്ചാരമല്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ഇന്ന ഭാഗത്തുനിന്ന് കടന്നു വരണമെന്നില്ല. ചിലപ്പോൾ തോളെ കൈയിട്ട് നടക്കുന്നവന്റെ ഭാഗത്തു നിന്നായിരിക്കാം ഇതുണ്ടാകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിൽ തന്നെ തിരിയാതെ ദൈവാത്മാവിലേക്ക് തിരിയണം, ദൈവത്തിലേക്ക് തിരിയണം. അവങ്കിലേക്ക് നോക്കിയാൽ മാത്രമേ പ്രകാശിതരാകുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പത്രോസ് നമ്മളെ ശക്തീകരിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം, ഫോർ ഹി കെയർസ് ഫോർ യു. ഹല്ലേലൂയ. അനുദിന ജീവിതത്തിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ, സാഹചര്യത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുന്നവരാണ്. കടന്നു പോകണം. അത് നമ്മുടെ ജീവിത യാത്രയെ നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്ന
അനുഭവങ്ങളാണ്. മൂന്നാമതായിട്ട് സാഹചര്യങ്ങളിൽ സമാധാനം. ദൈവത്തിൽ നിന്ന് സമാധാനം അനുഭവിച്ചാൽ നമ്മുടെ സകല കഷ്ടങ്ങളിലും, നമ്മുടെ സകല ശുശ്രൂഷകളിലും, സകല പ്രതികൂലങ്ങളിലും സമാധാനം ഉണ്ടാകും. നാലാമതായിട്ട് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തോടു സമാധാനം. സമാധാനത്തിന്റെ ദൈവം നമ്മോട് കൂടെ വസിക്കണമെങ്കിൽ 8 കാര്യങ്ങൾ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോകുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ കഴിയും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ച് ഗ്രഹിച്ച് കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഫിലിപ്പിയർ 4:8-9 വാക്യങ്ങളാണ്. ഫിലിപ്പിയൻസ് chapter 4 verses 8 and 9. Finally, brethren, whatsoever things are honest, whatsoever things are just, whatsoever things are pure, whatsoever things are lovely, whatsoever things are of good report, if there be any virtue, and if there be any praise, think on these things. അതിനാൽ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. കാരണം സമാധാനദാതാവായ ദൈവം കൂടെയുണ്ട് എന്ന് വചനം വ്യക്തമായി ഉറപ്പ് നമുക്ക് നൽകുകയാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഇതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. കർത്താവിൽ നിന്നുള്ള വാഗ്ദാനമാണിത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കാരണം സമാധാനത്തിന്റെ പ്രഭു നമ്മുടെ കൂടെയുണ്ട്. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിന്റെ ഒരു പുതിയ ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച് ആകർഷിച്ച് അവിടുത്തെ പ്രകാരങ്ങളിലേക്ക് കൂട്ടിവരുത്തിയതിനായി നന്ദി പറയുന്നു. ഞങ്ങളൊരാവശ്യം അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതിന് മുൻപ് ഇന്നതെന്നറിഞ്ഞ് ഞങ്ങളെ മാനിക്കുന്നപ്പാ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി കൂട്ടായ്മയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. കലുഷിതമായ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ വചനത്തിലൂടെ അവിടെ ഞങ്ങൾക്ക് നൽകിയ സ്വർഗീയ ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചനപ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളൊരനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ തിരുക്കരങ്ങളിൽ തരുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവസ്ഥകളിൽ തിരുവുള്ളത്തിൽ സൂക്ഷിക്കണമേ. കാലഘട്ടത്തിന്റെ ആ ദുഷ്ടശക്തികളെ തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം മക്കളുടെ മേൽ പകരണമേ. നാളെക്കുറിച്ചുള്ള ആകുലതകൾ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ. അവർക്ക് അവരുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളിൽ ഹൃദയം കലങ്ങിപ്പോകാതെ, അവരുടെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകാതെ അവിടുന്ന് അവരെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ എല്ലാം തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ലോകത്തിൻ്റെതായ ഒഴുക്കിൽപ്പെട്ടു പോകാതെ ഒഴുക്കിന് എതിരെ തുഴഞ്ഞുകൊണ്ട് അവിടുത്തോട് സഞ്ചരിക്കുവാൻ മക്കളെ സഹായിക്കണം. വർദ്ധിക്കുന്നതായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനത്തിന്റെ കരം അവരുടെ മേൽ വയ്ക്കുന്നതിനായി സ്തോത്രം. അവരെ മാറോട് ചേർത്ത് നടത്തുന്നതിനായി സ്തോത്രം. നിരക്കുവോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ, അപ്രകാരം അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
വെയിലായി തണലായി നീ കണ്ണുകൾ നിറയും നേരം എന്റെ ഉള്ളിൻ നോവറിയും കൃപയിൻ മഴയായി പെയ്യും അവൻ ഉള്ളിൽ നിറയും സാന്ത്വനമായി കൃപയിൻ മഴയായി പെയ്യും അവൻ ഉള്ളിൽ നിറയും സാന്ത്വനമായി ആശ്വാസത്തിൻ സ്പർശനമേകും കർത്തൻ പ്രിയനാഥൻ നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനെ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനെ